ജപമാല പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച സ്വർഗീയ സമ്മാനം. സ്വർഗീയ യാത്രയിൽ മനുഷ്യന് വഴിതെറ്റാതിരിക്കാൻ സ്വർഗം നൽകിയ വഴികാട്ടിയും യാത്രയിലുടനീളം നേരിടുന്ന തിന്മയുടെ ശക്തികളെ പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ആയുധവും. ഓരോ ജപമാലയും ഈശോയോടും പരിശുദ്ധ അമ്മയോടുമൊപ്പം അവരുടെ ജീവിതത്തിലൂടെയുള്ള ഓരോ യാത്രകളാണ്. അത് നൂലിൽ കോർത്തിണക്കിയ സുവിശേഷമാണ്. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ്. ജപമാലയാകുന്ന വാൾ ധരിച്ചുകൊണ്ട് സെൻറ് ജോസഫ് കുടുംബം ഇന്നേ ദിവസം മുഴുവൻ അഖണ്ഡ ജപമാലയിലൂടെ തങ്ങളുടെ സ്വർഗീയ യാത്ര സുരക്ഷിതമാക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭാരമേൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങയുടെ ജപമാലയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിവര ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയും ഈ ലോകം മുഴുവന്റെയും ശുദ്ധീകരണത്തിനായി അങ്ങയുടെ കരുണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവയ്ക്കെന്നും സൃഷ്ടി അധരങ്ങളാലപിക്കുന്നു.
ജപമാല റാണിയേ സ്വസ്തി, നിർമ്മല റാണിയേ സ്വസ്തി, സമാധാന രാജ്ഞിയേ സ്വസ്തി, യേശുവിനമ്മയേ സ്വസ്തി. പരിശുദ്ധ ജപമാല രാജ്ഞിയോടൊപ്പം ഈ ഒക്ടോബർ മാസത്തിൽ അനുഗ്രഹദായകമായ നിമിഷങ്ങളിലൂടെ ആയിരുന്നു സെന്റ് ജോസഫ് കുടുംബം അഖണ്ഡ ജപമാലയിലൂടെ കടന്നുപോയത്. ഒക്ടോബർ 7-ാം തീയതിയിലെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിനോടനുബന്ധിച്ചു കൂടിയാണ് അഖണ്ഡ ജപമാല ഈ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായത്. വിശുദ്ധ കുർബാനയും വിശുദ്ധ കൂദാശകളും കഴിഞ്ഞാൽ സാർവത്രിക സഭയിൽ ഏറ്റവും വ്യാപകമായ ജനകീയ പ്രാർത്ഥനയാണ് ജപമാല. ജപമാലയുടെ ഇംഗ്ലീഷ് പദം റോസറി എന്നാണ്. റൊസാരിയം എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. അതിനർത്ഥം റോസാപ്പൂക്കളുടെ കിരീടം അല്ലെങ്കിൽ റോസാപ്പൂക്കളുടെ മാല എന്നാണ്. ഓരോ ജപമാല രഹസ്യവും ഓരോ റോസാ പുഷ്പങ്ങൾ നമ്മൾ ഈശോയുടെയും മാതാവിൻ്റെയും കിരീടത്തിൽ ചൂടുകയാണ്.